ഹലോ, ഇന്ന് നിങ്ങൾ നോക്കുമ്പം എൻ്റെ പൂത്തറ കുറച്ച് കളർഫുള്ളായിട്ട് കാണും. കാരണം ഇന്ന് വീട്ടിലെ നാടൻ പൂക്കൾ മാത്രമല്ല, ഇന്ന് ഞങ്ങൾ വാങ്ങിയ പൂക്കളും കൂടി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നന്ദ്യാർവട്ട പൂക്കളും മഞ്ഞപ്പൂക്കളും ഒക്കെ പറമ്പൊന്ന് തൊടിയിൽ നിന്ന് ഇഷ്ടം പോലെ പറിക്കാനുണ്ട്. പക്ഷെ കൊട കുത്താനുള്ള പൂക്കളുടെ എണ്ണം കുറഞ്ഞു വരിക. ചെമ്പരത്തിയും മന്ദാരവും ഓടാപ്പൂവും ഒക്കെ ആയിരുന്നു എന്നെ കൊട കുത്താൻ സഹായിച്ചിരുന്നത്. പക്ഷെ അവരിപ്പം കുറച്ച് പിന്നോക്കാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് പൂക്കൾ വാങ്ങി. ഇന്ന് ഓണം 9-ാം ദിവസമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ പൂത്തറയിൽ ഞങ്ങളെ തൊടിയിൽ പൂക്കളും ഉണ്ട് കേട്ടോ. ഞാൻ അവരെ തഴഞ്ഞിട്ടൊന്നുമില്ല. കാരണം ഇത്രയും ദിവസം എനിക്ക് കട്ട സപ്പോർട്ട് നിന്നത് അവരാണ്. എന്തേലും തുമ്പ എല്ലാ ദിവസവും ഞാൻ ഓണത്തിൻ്റെ അന്നായാലും കുറച്ചെങ്കിലും തുമ്പ ഞാൻ ഇപ്പം എൻ്റെ പൂക്കളത്തിലിടും. പിന്നെ ശംഖുപുഷ്പമുണ്ട്, പിന്നെ നന്ദ്യാർവട്ട പൂക്കളുണ്ട്. കാരണം ഇന്ന് മറ്റ് പൂക്കളുള്ളപ്പം ശരിക്കും അത് തന്നെ ഉണ്ട് പൂത്തറ നിറയാൻ മാത്രം ഇടാൻ. പക്ഷെ ഞാൻ വിചാരിച്ചു ഇത്രയും ദിവസം എനിക്ക് കട്ട സപ്പോർട്ട് തന്നതാണ്. ഇന്നും വേണമെങ്കിൽ എൻ്റെ പൂത്തറ നിറയ്ക്കാൻ മാത്രം അവരെൻ്റെ മുറ്റത്തുണ്ട്. പക്ഷേ കൊട കുത്താനില്ലാത്തതുകൊണ്ടാണ് പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നത്. അപ്പം ഞാൻ അവർക്കും സ്പെഷ്യൽ സ്ഥാനം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ദിവസം എന്നെ അവർ സപ്പോർട്ട് ചെയ്തതല്ലേ. അതുകൊണ്ട് ഞാൻ ഇന്നും അവരെ മറന്നില്ല. ഈ നന്ദ്യാർവട്ട പൂക്കളും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞ റോസ്, ചുവപ്പ് നല്ല ഡാർക്ക് കളർ റോസ്, ജമന്തി, ചെട്ടി. അപ്പം 3 ദിവസത്തേക്ക് ഒരുമിച്ച് വാങ്ങി. അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാനിന്ന് അവിടെ ഇവിടെയൊക്കെ പിച്ചൊക്കെ ഇട്ട് എൻ്റെ പൂത്തറ ഒരുക്കിയിരിക്കുകയാണ്. എന്തായാലും ഇന്ന് 9-ാമത്തെ ദിവസമായി. ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ നമ്മളുടെ തിരുവോണത്തിന്. ഈ പ്രാവശ്യം 11 കൊടയാണ്. ഓണം അടുത്തെത്തിയല്ലേ, അതിൻ്റെ ഒരു സന്തോഷമല്ലേ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, താങ്ക് യു.